ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? കുറച്ച് ദിവസമായിട്ട് മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? മറ്റാരെയും കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, സന്ദീപ് വാര്യരെ കുറിച്ചാണ്. ഞാൻ ആദ്യം എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ BJP-യിലേക്ക് ആൾക്കാരെ എടുക്കുന്നത് അവര് മണ്ടത്തരങ്ങൾ പറയുന്നത് നോക്കിയാണോ, അത് BJP-യിലേക്ക് എത്തിയതിനു ശേഷം അവരങ്ങനെ ആക്കി മാറ്റുന്നതാണോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ BJP-യിൽ നിന്നപ്പോൾ ഉള്ള സന്ദീപ് വാര്യരല്ല, പുറത്തിറങ്ങിയപ്പോൾ ഉള്ള വാര്യർ. ആ ഒരു മാറ്റം നമുക്ക് പ്രകടമായി തന്നെ കാണാൻ പറ്റും. അതിനൊക്കെ ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് തോന്നുന്നത് ഇന്നലെ ഗോപാലകൃഷ്ണൻ BJP ഒരു വാർത്താ സമ്മേളനം നമ്മളെല്ലാവരും കണ്ടതാണ്. എങ്കിൽ ഒന്ന് കാണിച്ചു തരാം വീഡിയോ. അഭിലാഷ് റിജിലെ ഒരു സെക്കൻഡ്, അഭിലാഷ് ഒരു സെക്കൻഡ്, റിജിലെ ഒരു സെക്കൻഡ്. ഞാൻ നേരത്തെ BJP-യുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. ബാക്കി റിജിലെ ഏറ്റോളും, ഇതിൽ ചെയ്തോളും. ഇവിടെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, കേട്ടല്ലോ അദ്ദേഹത്തിന്റെ BJP നേതാക്കന്മാരുടെ മുഖമുദ്ര. സ്നേഹത്തിന്റെ ഭാഷയല്ല പറഞ്ഞ. ഞാൻ 10 മിനിറ്റ് ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്. ഞാൻ സ്നേഹത്തിന്റെ കടലല്ല. ഇല്ലല്ല, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഞാൻ മാതൃഭൂമിക്ക് 10 മിനിറ്റ് സമയം എന്ന് പറഞ്ഞ് വന്നാണ്. എനിക്ക് മറ്റ് ചില പരിപാടികളുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്. താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ്. അദ്ദേഹം ഇരുന്ന് മറുപടി പറയും. ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ്, ഞാൻ വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ്, ഞാൻ വളരെ മോശക്കാരനാണ്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ്, നിങ്ങൾ ജാഗ്രത പാലിക്കണം, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് മാത്രമല്ല, നിങ്ങൾ പറയൂ. ഞാൻ മാറില്ല, ഞാൻ ഇന്നും ഉറച്ചു നിൽക്കാണ്, ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ്. അത് വർഗീയതയല്ല, ഫാക്ടാണ്. ഞാൻ മാറ്റി പറഞ്ഞത് പറഞ്ഞില്ല എന്ന് നിങ്ങളെ പറഞ്ഞില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്, ഉറച്ചു നിൽക്കുന്ന ആളാണ്. കാര്യം ഞാൻ പറഞ്ഞില്ല എന്ന് പറയില്ല. അത് നിങ്ങളുടെ എന്റെ സ്വഭാവം അതല്ല. മനസ്സിലായി. ടെൻഷൻ ആവണ്ട. BP കൂട്ടണ്ട. ഞാൻ പറഞ്ഞോട്ടെ, അങ്ങ് BP ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നത് പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലായിരുന്നു. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ, പരമത വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് റദ്ദ് ചെയ്തുകൊണ്ട് തള്ളിപ്പറഞ്ഞത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ദേഷ്യം? ഒരു ദേഷ്യമില്ല. അങ്ങനെ സ്വഭാവം കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സംസാരിക്കുന്നതാണോ ഇരിക്കടോ അവിടെ എന്നൊക്കെ പറയുമ്പോ പറയുന്ന രീതി കാണുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അങ്ങയുടെ ധാർഷ്ട്യം, അങ്ങയുടെ ധിക്കാരം, അങ്ങയുടെ മുഖഭാവം, അങ്ങയുടെ പുച്ഛം, മറ്റുള്ളവരോടുള്ള പുച്ഛം, ഇതൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട്. അങ്ങക്ക് എല്ലാവരോടും പുച്ഛമുണ്ടല്ലോ, സർവജ്ഞപീഠം കയറിയ അഹങ്കാരമുണ്ടല്ലോ, അങ്ങയുടെ മുഖത്ത് കാണുന്നുണ്ട്. ഇപ്പൊ അങ്ങക്ക് ഇപ്പൊ ദേഷ്യം കൂടുന്നുണ്ട്, അങ്ങക്ക് ദേഷ്യം കൂടുന്നുണ്ട്, അങ്ങക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങൾക്ക് BP വരുന്നുണ്ട്, നിങ്ങളുടെ പ്രഷർ കൂടുന്നുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന പ്രേക്ഷകരെ, ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന വർഗീയതയുടെ ഫാക്ടറി. ആ ഫാക്ടറിയാണ് ഞാൻ ഇറങ്ങി പോന്നിട്ടുള്ളത്. തൃശ്ശൂർ ടൗണിൽ മുസ്ലിങ്ങളുടെ കട കൂടുന്നത് കൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന പരമത വിദ്വേഷത്തിന്റെ ഫാക്ടറി ഞാൻ ഇറങ്ങി പോകുന്നത്. ഗോപാലകൃഷ്ണൻ, എനിക്ക് അഭിമാനമേ ഇറങ്ങി പോകുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ ഗോപാലകൃഷ്ണ, ഞാൻ പറഞ്ഞോട്ടെ ഗോപാലകൃഷ്ണ, നിങ്ങൾക്ക് എന്ത് ടെൻഷൻ? ഞാൻ ഇറങ്ങിപ്പോയതാ, രണ്ടുപേരും ഇറങ്ങിപ്പോയതാ. നിങ്ങൾ പോവല്ലേ? മാതൃഭൂമിന്ന് നിങ്ങളെ ഇറക്കി വിട്ടല്ലേ?
നിങ്ങളെ ഗോപാലകൃഷ്ണൻ വെള്ളം കൊടുക്കൂ. ഗോപാലകൃഷ്ണൻ വെള്ളം കൊടുക്കൂ. ഗോപാലകൃഷ്ണൻ ഒരു ടെൻഷനില്ല, ടെൻഷൻ ഒരു വന്നിരിക്കുകയാണ്. ടെൻഷനില്ല. വെള്ളം കൊടുക്കണം. ആൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലും വരും, പേടിക്കും. എനിക്ക് വെള്ളമല്ലേ, എന്താണ് മദ്യം കിട്ടും. തോറ്റന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ കഴിച്ചോ? അടിച്ചാലോ? മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ടെൻഷൻ, നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, നിങ്ങൾക്ക് ഇതിന്റെ സങ്കടം, കരയല്ലേ 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 ഗോപാലകൃഷ്ണ? എടോ വാരേ നന്നാവത്തെ, എടോ വാരേ താനെന്താ നന്നാവാത്തെ? നിങ്ങളുടെ ചാണക രക്ഷപ്പെട്ട് വന്നിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടിന് പാലക്കാട് ജനത അംഗീകാരം നൽകി. തന്നെ പോലത്തെ ഒട്ടക ഗോപാലകൃഷ്ണനാണോ നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു പോകും. അദ്ദേഹം പറയാൻ വന്ന കാര്യം പറഞ്ഞു തീർക്കട്ടെ. സന്ദീപിന് പോകാൻ വേണമല്ലോ. വിളിക്കണ്ടേ ഇവനാരാ? അല്ല ഞാൻ മാധുവിനോട് 10 മിനിറ്റ് വന്ന് പറഞ്ഞു വന്നാണ്. ഞാനൊരു കാര്യം പറയാം. എന്റെ സമയം നിശ്ചയിക്കണം. ഞങ്ങളുടെ പഴയ ആളോടാ സംസാരിച്ചത്. ഞാൻ പൂർത്തിയാക്കി. അതാ കണ്ടോ, അദ്ദേഹം പറയട്ടെ ശോഭാലകൃഷ്ണൻ. അദ്ദേഹം പോയാലും താങ്കൾക്ക് പറയാലോ. അതിന് തിരിച്ചു പറഞ്ഞത്. ശരി, ശ്രീ സന്ദീപ് വാര്യർ പൂർത്തിയാക്കും. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, തൃശ്ശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു, അതുകൊണ്ട് അത് തടയേണ്ടതാണ്, അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും. അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ ഭൂതകാലത്ത് നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയും ആ പ്രത്യയശാസ്ത്രത്തെ ഉപേക്ഷിക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലാണുള്ളത്. ആ കോൺഗ്രസ് പാർട്ടിയിൽ മതനിരപേക്ഷയുടെ ഭാഗത്താണുള്ളത്. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. 1. 2, അദ്ദേഹം എന്നെ നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസം മുമ്പ് അദ്ദേഹം എന്നെക്കുറിച്ച് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അദ്ദേഹത്തിൻ്റെ സൗഹൃദ ഭാഷയും അദ്ദേഹത്തിൻ്റെ മിതത്വം ഒക്കെ നമുക്കത് വായിക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക സമ്പന്നതയും ഒക്കെ അതിലെ പദപ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് എതിർക്കുകയും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയും അങ്ങേയറ്റത്തെ മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള മിസ്റ്റർ ഗോപാൽ വാസ്തവത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ്. 1. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ചില കാര്യങ്ങൾ പറയുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഇല്ല ഒരു ചോദ്യമില്ല. ഒരു ചോദ്യമില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എന്തോ പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരി, കഴിഞ്ഞ ഇത്രയും മോശക്കാരനായ, ഇത്രയും എന്താ പറയുക, ചീത്ത സ്വഭാവങ്ങളുള്ള ഒരാളാണ് ഞാൻ എന്നാണ് അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പറയുന്നത്. അയാൾ മോശക്കാരനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെയാണോ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹകാര്യം കഴിഞ്ഞ മാസം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചത്? അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹകാര്യം ചർച്ച ചെയ്ത് ആ പയ്യനുമായി നിരന്തരം സംസാരിക്കാനും മകളുമായി സംസാരിക്കാനും ഒക്കെ ഏർപ്പാടാക്കിയത് എന്നെയല്ലേ? ഞാനിത് പറയാൻ വെച്ചതല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ അച്ഛനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ മകളുടെ വിവാഹകാര്യം 1 മാസക്കാലം മുമ്പ് ഏൽപ്പിച്ചത് എന്നെയായിരുന്നു. സംസാരിക്കാൻ വേണ്ടി ഒന്നും മറക്കരുത്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി സംസാരിച്ച ആളാണ് ഞാൻ. അതിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദയവ് ചെയ്ത് ഉച്ചവും പരിഹാസവും ദയവ് ചെയ്ത് ഉച്ചവും പരിഹാസവും അവസാനിപ്പിക്കുക, ധാർഷ്ട്യം അവസാനിപ്പിക്കുക, ധിക്കാരം അവസാനിപ്പിക്കുക. ഗോപാലകൃഷ്ണ, നിങ്ങൾ ധിക്കാരവും ധാർഷ്ട്യം അവസാനിപ്പിക്കുക. നിങ്ങൾക്കാണ് നാണക്കേട് വേണ്ടത്. ഈ ദിവസം നിങ്ങൾക്കാണ് നാണക്കേട് വേണ്ടത്. നാണുണ്ടോ? എത്ര തനിക്ക് ഞാൻ പോപ്പുലർ ഫണ്ടുകാരന് കടുത്ത അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ഗോപാലകൃഷ്ണൻ, നമ്മളൊരു ചർച്ചയിലാണ്. അങ്ങ് മറന്നു പോരുത്. ഇതൊരു ചർച്ചയാണ്. നമ്മൾ ചർച്ചയിൽ ഉപയോഗിക്കേണ്ടത് ശരിയായ പദപ്രയോഗങ്ങളാണ്. ഒരിക്കലും മോശം പദപ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. ചർച്ചയുടെ ഡെക്കോറം കീപ്പ് ചെയ്യണം. രാഷ്ട്രീയ സംവാദമാണ്, വ്യക്തിപരമായ. പലപ്പോഴും നമ്മൾ അറിയാത്ത പല കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയ്ക്ക് പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ കുറ്റം പറയുന്നതും കോൺഗ്രസിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇങ്ങനെ വോട്ട് തേടുന്നൊക്കെ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ BJP ഇപ്പോഴും വെച്ച് പിടിക്കാത്തതെന്ന് ചോദിച്ചാല് അവർക്ക് പറയാനുള്ള പോരായ്മകൾ എന്ന് പറഞ്ഞാല് രാഷ്ട്രീയ പോരായ്മകളല്ല, അതായത് നമ്മുടെ നാട്ടിലെ ജോലി ഇല്ലായ്മയുടെ വിഷയങ്ങളല്ല, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചല്ല, ഇന്ധന വില വർധന ഒന്നുമല്ല. അവർക്ക് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാല് അവരുടെ മെയിൻ വിഷയം മുസ്ലിങ്ങൾ വളരുന്നു എന്നുള്ളത് മാത്രമാണ്.
അവരെപ്പോഴും എടുത്തു കാണിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഒന്ന് ഗോപാലകൃഷ്ണനല്ലേ, അതന്നെ. അപ്പൊ അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷന് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല്, തൃശ്ശൂർ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന സ്ഥലത്ത് ഒരുപാട് മുസ്ലിങ്ങൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് തടയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്ന് ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വോട്ട് നേടുക എന്നുള്ളതാണ്. ഇപ്പൊ സത്യം പറഞ്ഞാല് അയാൾക്ക് അല്ലെങ്കിൽ തന്റെ നാടിന്റെ ഒരു പുരോഗതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കാം, അതൊന്നുമല്ല. അവർക്ക് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് മുസ്ലിങ്ങൾ വളർച്ച എങ്ങനെ തടയാം, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വോട്ട് നേടുക, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ എന്താ പറയാ, ഈ മതനിരപേക്ഷ ആൾക്കാരെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. മതേതരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര്, മതത്തിനേക്കാൾ കൂടുതലായിട്ട് ഈ മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവരൊന്നും ഒരിക്കലും എന്ത് ചെയ്തില്ല, ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാല് ഈ താരങ്ങളൊന്നും വിജയിച്ചു കയറാത്തത്. പിന്നെ നമ്മുടെ ഈ സന്ദീപിന്റെ വീഡിയോ ആദ്യം ചെയ്യണമെന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനൊന്ന് വെയിറ്റ് ചെയ്താണ് എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയണ്ടേ, സന്ദീപൊക്കെ ആയതുകൊണ്ട്. കാര്യം കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ എന്താ പറയാ, ഈ ഒരു വർഗീയപരമായിട്ട് സംസാരിച്ചിട്ട് പെട്ടെന്നൊരു മാറ്റമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനൊക്കെ കുറച്ച് ടൈം എടുക്കുമല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ മാറ്റം വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രകടമാവുന്നുണ്ട്. അത് മാത്രമല്ല, ആ ഒരു പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സന്ദീപ് ഒറ്റയ്ക്കല്ല BJP-യിൽ നിന്ന് വന്നതെന്നും കൂടി നമുക്ക് പ്രകടമായി തന്നെ രാഹുലിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് എന്താ പറയാ, ഇതുപോലെ മോശമായി ചിന്തിക്കുന്ന ഒരിടത്തു നിന്ന് ഞാൻ വന്നത് നല്ലൊരിടത്തേക്കാണ് എന്നുള്ളതാണ്. കോൺഗ്രസ് നല്ലതാണോ മോശമാണോ എന്നുള്ളതല്ല, പക്ഷെ എന്നാലും BJP-യേക്കാൾ വർഗീയപരമായി ചിന്തിക്കുന്നവരെക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ നാടിന് ആവശ്യം, ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം ഈ മതത്തിനേക്കാൾ മനുഷ്യനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരിടത്തേക്ക് ഞാൻ എത്തപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എന്റെ ഭൂതകാലം അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെട്ടു നിൽക്കുന്നത്? ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതായിരുന്നു ഞാൻ. പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയും, വിഷമമിപ്പിക്കുന്ന വിദ്വേഷമമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് UDF-ലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ. ഇനി എന്നെ വർഗീയവാദി എന്ന് മുദ്രവെക്കുന്നത് എന്താ അർത്ഥമുള്ളത്? അങ്ങനെ മുദ്രവെക്കുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയുന്നത്. ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു. പക്ഷേ ആ ഖലീഫ ഉമർ നിലപാടിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ട ഉമർ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ, ഉമർ റളിയല്ലാഹു അൻഹു എന്നൊരു ഭരണാധികാരിയുടെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ പലതരത്തിലുള്ള സുഹൃത്തുക്കൾക്ക് സംശയം ഉണ്ടാകും, ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹം പ്രവാചകൻ തന്റെ ഇസ്ലാമികമായിട്ടുള്ള ചിന്തകൾ, ഇസ്ലാം എന്ന മതത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നതിന് ശേഷം പലതരത്തിലുള്ള പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വളർന്നു വന്നപ്പോൾ എങ്ങനെയും അദ്ദേഹത്തെ നിർത്തലാക്കാം, അല്ലെ അദ്ദേഹത്തെ എങ്ങനെ വധിക്കാം എന്നാലോചിച്ച് അവസാനം അവർ കണ്ടെത്തിയ ഒരാളായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അതായത് ശത്രുക്കൾ കണ്ടെത്തിയ ഒരു ഉപകരണമാണ് ഉമർ റളിയല്ലാഹു അൻഹു. കാരണം കണ്ടെത്താൻ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രത്തോളം ധീരനായ ഒരു യോദ്ധാവ് ആ നാട്ടിൽ വേറെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം അവിടെ എത്തുകയും പ്രവാചകന്റെ കാര്യങ്ങൾ കണ്ടതിന് ശേഷം, അല്ലെങ്കിൽ പ്രവാചകന്റെ ആ കാര്യങ്ങൾ കാണുകയും പ്രവാചകൻ തന്നോടുള്ള സമീപനമൊക്കെ കണ്ട് അദ്ദേഹം ഈ മതത്തിലേക്ക് ആകർഷണമൊക്കെ ചെയ്ത്, അങ്ങനെ പ്രവാചകനെ വധിക്കാൻ വന്ന അദ്ദേഹത്തെ ഇസ്ലാം അല്ലെങ്കിൽ പ്രവാചകൻ ചേർത്ത് നിർത്തിയതുപോലെ നിങ്ങൾ എന്നെയും ചേർത്ത് നിർത്തണമെന്നാണ് നമ്മുടെ വാര്യര് പറഞ്ഞിരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരുപാട് പേര് BJP-യിൽ അല്ലെങ്കിൽ RSS എന്ന് പറഞ്ഞ സംഘടനകളിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് വാര്യരെ പോലെ തന്നെ. പക്ഷെ അവരൊന്നും പുറത്തു വരാത്തത് രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ അവരിൽ തന്നെയുള്ള മറ്റുള്ളവരെ ഭയന്നിട്ടൊക്കെ ആയിരിക്കും അവർ പുറത്തു വരാത്തത്. പക്ഷെ അവർക്കും അറിയാം അവർ ചെയ്യുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പലർക്കും അറിയാം. ഇങ്ങനെ എല്ലാം കേട്ടോ, എല്ലാം മോശമെന്നല്ല പറയുന്നത്. ഈ വർഗീയപരമായിട്ട് ചിന്തിച്ചിട്ട് വർഗീയപരമായിട്ട് വോട്ട് തേടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഒരു രീതി മാറ്റിയിട്ട് ഇതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇനിയും പുറത്തേക്ക് വരണം. നിങ്ങൾ സത്യം പറയുന്നത് BJP എന്ന് പറഞ്ഞൊരു പാർട്ടി നമ്മുടെ നാടിന് ആവശ്യമാണ് സത്യം പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ. കാര്യം ഇടതും വലതും മാറി മാറി ഭരിച്ചാല് നമ്മുടെ നാടിനൊരു പുരോഗതി എന്ന് പറഞ്ഞ കാര്യം വളരെ അങ്ങനെ ഉണ്ടാകത്തില്ല. ഒരു മൂന്നാം മുന്നണി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാകണം. പക്ഷെ ആ പാർട്ടി ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു സമുദായത്തെ മാത്രം എങ്ങനെ അടിച്ചമർത്താം എന്ന് ചിന്തിക്കുന്ന ഒരു പാർട്ടി ആകരുത്. മതപരമായി മതേതരമായി ചിന്തിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കാൻ ചിന്തിക്കുന്ന, നമ്മുടെ നാടിന്റെ വികസനത്തിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പാർട്ടി. അങ്ങനെയുള്ളൊരു പാർട്ടിയായി BJP മാറിയാല് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട് അത് അവർ അംഗീകരിക്കുകയും ചെയ്യും. കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും പണ്ടത്തെ പോലല്ല, BJP-ക്ക് അനുകൂലിച്ച ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അതിനെ പോലും നമുക്ക് വളരെ ദുഃഖത്തോടു കൂടി കാണേണ്ടതുണ്ട്. കാര്യം ഈ ആൾക്കാർ അവർ ഇതിലേക്ക് വിളിച്ചു കയറ്റുന്നത് പോലും ഈ വർഗീയപരമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്. ഇതൊന്നുമല്ല, നിങ്ങൾ നമ്മുടെ നാടിന്റെ വികസനം കാണിച്ചുകൊണ്ട് ആൾക്കാരെ വിളിക്കുക, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടൊരു വോട്ട് തേട്, കിട്ടും നിങ്ങൾക്കും വോട്ട്. കാര്യം നമ്മുടെ നാട് എപ്പോഴും വികസനത്തിനൊപ്പമാണ്.
മതേതരമായി ചിന്തിക്കുന്ന ആൾക്കാർക്കൊപ്പമാണ്. അതുപോലെ നമ്മുടെ നാടിന്റെ സമാധാനം എപ്പോഴും കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ നല്ലത് സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരേക്കും ഗുഡ് ബൈ.